ഊതാൻ ചൂണ്ടില്ല. ഇങ്ങനെ പോണല്ലേ കൈ എവിടെ പെടുക മടക്കിയിട്ട് ചെയ്യും. ഓ അവിടെ മിററുള്ളതുകൊണ്ട് കാലൊക്കെ കാണാം. എല്ലാം കഴിഞ്ഞപ്പോ ഒരു സൈക്കോ നമ്മുടെ അടുത്ത് അതിനെ സൈക്കോ ലോക്കാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാത്തോണ്ട് ഇവിടുത്തെ ആക്ഷൻ വന്നു. ഈ ആക്ഷൻ വരാണ്ട് ഒന്നോടെ ഈ ആക്ഷൻ വരരുത്. എന്റെ ബോഡി മാത്രം തുണിയത് ടൈറ്റ് ചെയ്ത് ഇതാണ് ഇത്രേ ഉള്ളൂ. ആ ഇതാണ് കണ്ടത്. നീ നോക്കി 10 നോക്കി ബ്രീത്ത് ഔട്ട് മേലെ പോയി ബ്രീത്ത് ഔട്ട് ഫുൾ ബ്രീത്ത് ഔട്ട് ആവട്ടെ. മേലെ പോകുമ്പോ 6 മറ്റേ 7 8 9 ഇത് നമ്മുടെ സിറ്റപ്പ് ലോഡ് വരും. കാരണം ഇത് ക്രഞ്ചസ് അല്ലേ തലോത്തിക്കല. എത്ര പ്രാവശ്യം അടിക്കുന്നു? പക്ഷേ കൈ തള്ളേ സിമ്പിളാവും. അങ്ങനെ മുന്നിൽ പോയിട്ടുണ്ട്. 13 ആരിലൊക്കെ ഒന്ന് കൗണ്ട് ചെയ്യണം. 30 ഒന്നോറ 36
അടുത്താള് സാഗർ. ഞാൻ 10 അടിയത്. വേറെ പാറ പിടിച്ചോ. ഒരു ട്രിക്ക് പറയുന്നത് ഫ്രണ്ടിലോട്ട് അടിക്കൂലേ അപ്പൊ കാല് പൊക്കും. അല്ല സോറി, ബാക്കിലോട്ട് കാല് അടിക്കുമ്പോ കാല് പോകും. എങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് അടിക്കൂലാണ്. ബാക്കിലോട്ട് ആടുമ്പോ കാല് ഫ്രണ്ടോട്ട് പോകണം. അപ്പൊ സ്വിംഗോ അല്ലേ? പൊക്ക് 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 പൊക്ക്. ആ ബാക്കിലോട്ട് അടിക്കുമ്പോ പൊക്കല്ലേ മൂവ്മെന്റ്. അടുത്ത പുറകോട്ട് പോകുമ്പോ കാല് പൊക്കി അവർ മൂവ്മെന്റ് എനിക്ക് അച്ഛന്റെ പുറകോട്ട് പോകുമ്പോ കാല് പൊക്കി. ആ പൊക്ക് പൊക്ക്. ഓക്കെ 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 പൊക്കി പൊക്കി. ഓക്കെ ഓക്കെ മനസ്സിലായി. 3, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 14. So I'm the winner. ഞാൻ പക്ഷെ ആശ എനിക്ക് മാത്രമേ ഉള്ളൂ. ഹാൻഡ് സ്റ്റാൻഡ് അല്ല, ഹെഡ് സ്റ്റാൻഡ്. എനിക്ക് ഹെഡ് സ്റ്റാൻഡ് കുറെ സംഭവം ഇപ്പൊ പ്രോഗ്രാമിലേക്ക് വേണ്ടി പ്രശ്നം വരുന്നുണ്ട്. തല മാത്രമല്ല താങ്ങുന്നത്, തല മാത്രം താങ്ങരുത് ഒരിക്കലും. എപ്പോഴും ഒരു സപ്പോർട്ട് ഇന്ത്യയിലേക്കൊക്കെ ഒരു സംഭവമാണ്. നീറ്റായിട്ട് ശരിയാണ് നിൽക്കുന്നത് നോക്കിയാൽ ചെയ്യൂല നമ്മളുടെ ചെയ്യണം. ഏയ് നോക്കണല്ലേ സൈഡിലേക്ക് വിടുക. ആ ഒരു പ്രശ്നം വരില്ല. ഞാൻ ഇപ്പൊ ചെയ്തില്ല, ഒരു പ്രശ്നം വരില്ല. പഠിച്ചല്ലോ ചെയ്തു പഠിക്കണമെന്നല്ലേ. ശരി 5 സ്റ്റാൻഡ് ഇത് പയ്യെ പയ്യെ പോകും. ബാലൻസ് കേട്ടോ. കൈ തിരിച്ചു വെക്ക്. കുറച്ചുകൂടി ആംഗിൾ സ്റ്റാൻഡ് വേണം. പറ്റും. പോട്ടെ പോട്ടെ. കണ്ണമായിട്ട്
അരമണിക്കൂർ വീഡിയോ പ്ലാങ്കിനാണ് ചാമ്പ്യൻ നിൽക്കണ്ടേ പ്ലാങ്കിനെ ടയറില്ലേ എന്നിട്ട് അതിന് വേടിക്കൂടെ നടക്കാൻ നോക്കല് ടയറിന് വേടിക്കൂടെ അവിടെ പോയി ആ വീടിയല്ലേ അത് നടക്കൂല അത് വീഡിയോ ഉണ്ടല്ലോ ഇല്ല കഴിക്കണ്ട വന്നിന്നൊക്കെയുള്ള പണ്ടല്ല മറന്നു വാള വെച്ചിട്ട് അതിൽമ ചായ നല്ല കട്ടി പിടിച്ചില്ലെങ്കിൽ പിന്നെ ചീമിടാലോ ഈ വീട്ടിൽ പണ്ടിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കൂടി പൊങ്ങി ചവിട്ടി പൊങ്ങി പിടിച്ചത് കൈമാറ്റി കൊടുക്കും ഇത് ചെയ്യാൻ പറ്റും സംഭവം അത് ഒരാൾ പിടിച്ചോളാ ഇങ്ങാട് ബാക്കിലേക്ക് മറിക്കാൻ വാങ്ങിയാണ് മധുരമുള്ള ഫീല് നമുക്ക് തലയിങ്ങനെ താഴ്ത്തി തന്നെ നോക്കണം. ആ കഴിയല്ല ഞാൻ പറഞ്ഞത് തലയില് തല ഇങ്ങനെ ആക്കി പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ബാക്കിലേക്ക് വരണുള്ള ഫീല് തല ഇങ്ങനെ ശരിക്കാൻ കിട്ടുമോ? പത്താ ബാലൻസ് തീരില്ല 4 സൈഡാണ്
അല്ലേ? സാറ് ആണോ? ഇങ്ങനെ ട്രൈ ചെയ്തതാണ്. ഓക്കെ, നാളെ വരില്ലേ? നാളെ അറിഞ്ഞത് തിങ്കളാഴ്ച മണ്ടാവും. ഓക്കെ. അതാ സാധിച്ചത് നിനക്കൊരു അത് പുള്ളി പോകാമല്ലാതെ പുള്ളപ്പ് ചെയ്യാൻ പറ്റണ എല്ലാവർക്കും ഓണർ ചെയ്യാൻ പറ്റണം എല്ലാവർക്കും. പിന്നെ അങ്ങനെ വെച്ച് ഓർഡർ ചെയ്ത് ബാക്ക് ചെയ്ത് നമ്മളിവിടെ ഓർഡർ ഓർഡർ ബാക്ക് ചെയ്യും. ഫുള്ള് ഫുള്ള് വർക്കൗട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ പ്രഷറായിട്ടൊക്കെ കൊണ്ട് ചെറിയൊരു ക്യാരംസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒന്ന് സെറ്റ് ആകട്ടെ. ഒറ്റ പോയി വെച്ചിട്ടുള്ളൂ. അതിലാരോ പ്രശ്നം മൂന്ന് പറഞ്ഞാൽ ഒറ്റ കറങ്ങി കറങ്ങി സാധനം പറഞ്ഞോ. 3 ആൻസ് ആണുള്ളത്. നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ആകെ 3 ചാൻസാണ് ഓരോരുത്തർക്കുള്ളത്. 4 അപ്പൊ ഇങ്ങനെ കറങ്ങി ഓരോരുത്തരും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സാധനം പോകും. പഠിച്ചിട്ടുള്ളൂ. വിന്നർ ഇനി സെക്കൻഡ് കസേരക്കളി പോലെ 3 ഏറ്റവും കൂടുതൽ നേരം നോക്കാം. പാട്ടുണ്ട് നോക്ക്. നടക്കും. ട്രൈ ചെയ്യാന്നുള്ളൂ. ഇന്നലെ ട്രൈ ചെയ്യും. എങ്ങനല്ലേ സെക്കൻഡ് തേടാറില്ല. സെക്കൻഡ് ഇല്ല കഴിഞ്ഞിട്ടേ 3 ആൻസ് ഒരു പൂശി വെച്ചുമ്പോ കറക്റ്റ് ചെത്തി ബോർഡ് ശരിയല്ല. ബോർഡിന്റെ പ്രപ്പോസൽ വെച്ചാൽ മുട്ടു സൈറ്റ് ആകുമ്പോൾ രണ്ടിനും എല്ലാരും മുട്ടു സൈറ്റ് ആകും. നല്ല മുട്ടു സൈറ്റ് ആക്കി സൈറ്റ് ആക്കിയപ്പോ പ്ലാൻ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഞാൻ പ്ലാൻ ഇന്നലെ ഇടല്ലോ 10 വർഷമായിട്ട്. ഒരു മിനിറ്റ് എന്തെങ്കിലും കാണിക്കണം.
പേരെന്താ? ചെറിയ ഇത് നോക്കാമല്ലോ. ഇപ്പൊ 1:51. നമുക്ക് റിയലൈസിന് ആവശ്യമുള്ള നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് അല്ലേ? Oh, the winner is എത്ര മിനിറ്റ്? നമ്മുടെ ചലഞ്ചിൽ അന്ന് നടത്തിയ 7 മിനിറ്റ് നിന്ന് അപ്പൊ പ്ലാൻ ചെയ്ത് പഠിക്കുമ്പോ എന്തായാലും ഇഞ്ചറി വരും. എനിക്ക് ട്രോഫി അപ്പൊ നമ്മള് വിന്നറായ നമ്മുടെ ഇതൊക്കെ എന്തെന്ന് സ്പോർട്സ് മാൻസ്പിറ്റിലെടുക്കണം. പൈസ അടിക്കാറില്ല മൊത്തം വെട്ടുമുത്തൊക്കെയാണ് ഇവിടെ ഉണ്ട്. കോഴിക്കോടിന് കൈയിട്ട് കോഴിയുടെ പൊട്ട എടുക്കാൻ കോഴി ഒറ്റ കുറക്കണം ഞാൻ മേടിക്കും ഒറ്റ വലിയ നമുക്ക് പൈസ അടിക്കാം. ട്രോഫി ഇല്ല ട്രോഫി അയക്കണ നമ്മുടെ മിൻഹാജാണ്. അപ്പൊ മിൻഹാജിന് നമ്മ ദീപിയാണ് കൊടുക്കാൻ പോകുന്നത്. ഗൈസ് ആക്ച്വലി ഈ സാധനം അതിന് പറ്റില്ല. കറച്ചൊരു ചുണ്ട് പൊട്ടി കണ്ടില്ലേ? ചുണ്ട് റീസെന്റ് പൊട്ടി.
പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വിന്നർ ഷേസാദാണ്. ഷേസാദിന് നമ്മൾ ഞാൻ തുടങ്ങി. ഇവർക്ക് എന്താ ഇതില് വിന്നറാവാത്ത ഇതാണ് നമ്മുടെ സ്പ്രേ മെഷീൻ. ഇത് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ സ്പ്രേ പോകും. പക്ഷെ ഇത് ചാർജില്ലാത്ത സ്പ്രേ പോകില്ല. അപ്പൊ ഇത് നമ്മൾ സാഗിന്റെ ഓക്കെ. ഇനി എല്ലാം എന്റെ കയ്യിലേക്ക് തിരിച്ചു മസാജ് കിട്ടിയോ? ഞങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പോയിട്ടാ. ഇത് എടുത്തോണ്ടാ സൈക്കിൾ അടിക്കാൻ പോയപ്പോ നമ്മുടെ എയറോഫിറ്റിന്റെ സാധനം നോക്കാൻ പോയി. പക്ഷെ ഷേസാന് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിശദമായിട്ട് നോക്കണേ ഇടക്ക്. അല്ലെങ്കിൽ കണ്ണിൽപ്പെട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട്. ഏറ്റവും റേറ്റ് പറഞ്ഞ സാധനം എവിടെയും സാധനം ഇതാണ് ഷേസാന് ഇഷ്ടപ്പെട്ട സൈക്കിൾ. ഇതിനെങ്കിലും കുറച്ച് വില ഇരിക്കൂല അങ്ങനെ നിന്നാണ് പിടിച്ചാണ് നിന്ന്. അതല്ല എങ്ങനെയോ കാലിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു കാല് രണ്ടു പേരുണ്ടല്ലോ ഇങ്ങനെ നിക്കും. അതല്ല അങ്ങനെയാണ് അതിനെന്നെ 14 വരും. ഓക്കെ. നമ്മളിപ്പോ ഈ ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ടീമിന്റെ ഫോം ട്രെയിനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു ലാർജ് സ്കെയിൽ പ്ലാൻ നമ്മൾ തുടങ്ങാൻ പോകണം. അപ്പൊ സ്മോൾ സ്കെയിൽ ഫസ്റ്റ് തുടങ്ങിയിട്ട് ലാർജ് സ്കെയിൽ തുടങ്ങാൻ പോകണം. അപ്പൊ അതിന്റെ കോഴ്സാണ് നമുക്ക് ശേഷം അത് നമ്മൾ അതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെ പവറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അടുത്ത ചലഞ്ചായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നോക്കിയിട്ടാണ് ഇതായപ്പോ നീ പറയാൻ വേണ്ടി പറയുമ്പോ നീ എന്നാ പറയാണ്ട് പറഞ്ഞു. പറയാൻ വേണ്ടി പറയുമ്പോ പറയണ്ട മനസ്സിലായോ? പ്ലാൻ ചെയ്യണ്ട. എല്ലാവരും ഞാനാ നീ പറഞ്ഞു പറയാണ്ട് എങ്ങനെ പറയും നമ്മൾ ശേഷം അത് നീ പറ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജിമ്മില് ഇനി വരാൻ പറ്റാത്തവര് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മ ഇനി വീട്ടിൽ വന്ന് നിങ്ങളെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പോകും. അപ്പൊ എല്ലാവരും റെഡി ആയിരുന്നു. സീനിയേഴ്സ് സ്റ്റുഡൻസ് തുടങ്ങി എല്ലാവർക്കും പ്രായം ആരായാലും ഏത് കണ്ടീഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയൊരു ചലഞ്ച് തന്നെ. ജിമ്മിൽ കിട്ടുന്ന ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഫുൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അതും പേഴ്സണലൈസ്ഡ് പ്ലാൻ. കമ്മിങ് സൂൺ. വെയിറ്റ് ഫോർ ദിസ്. ഓക്കെ എന്നാ ബൈ ബൈ. ഇന്നത്തെ ചലഞ്ച് ഒക്കെ കഴിഞ്ഞു. അതെ, ഞാൻ വീട്ടിൽ പോകുന്നു. അടുത്ത വീഡിയോ അടുത്ത ആഴ്ച. ഇതൊരു ട്രെൻഡ് അല്ല, ആക്ച്വലി ഇതൊരു വൈബാണ്. സത്യത്തിലത് മറ്റേ ദിവസം കാണാത്തതാണ്. ഇത് നമുക്ക് കാര്യം കാണില്ല. മീൻസ് ബാലൻസ് ആയി, ബ്ലാക്ക് വൈറ്റ് ബാലൻസ് ആയിരിക്കണം എപ്പോഴും ഷോക്സ്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഫോമിൽ ഒരേ യൂണിഫോം അതെ അതെ. വീട്ടിലെ അവസ്ഥ സോക്സ്, ആ സോക്സ് എവിടെയോ ഇത് രണ്ടുപേരും സോക്സ്. ജിമ്മിലൊരു സംഭവം ഉണ്ടായി. അപ്പം നമ്മൾ ഓവറോൾ ഒരു കാര്യം പറയാം. അതായത് നമുക്ക് പൊട്ടലുകൾ, ചീറ്റുകൾ, മേത്തുള്ള പെയിന്റുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, മേത്തുള്ള തൊലികൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറിവുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നാച്ചുറലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഉപ്പാണ്. ഉപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഭയങ്കര എന്താ പറയുക പെയിൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഇലയുണ്ട്. അതാണ് മുറിവില എന്ന് പറയുന്നത്. നമ്മുടെ ജിമ്മിൻ്റെ അടിയിൽ തന്നെ ഉള്ളൊരു ഇലയാണ് മുറിവില. ഈ സാധനം നമ്മൾ കഴുകി ഫ്രഷ് ആക്കിയിട്ട് കൈ ഇങ്ങനെ ആക്കി. ആക്ച്വലി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൈ ഫ്രഷ് ആയിട്ട് കഴുകിയ ശേഷം മാത്രം ഇട്ട് തിരുമ്മാൻ പാടും. നൈസായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇനി ലേഡീസ് പൊതുവെ ഈ സാധനം എന്താ പറയുക, ഇനി ഇത് വേണേൽ ലിഫ്റ്റിക് ആയിട്ട് ഉപയോഗിക്കണ്ട. ചില ചുമന്ന കളർ ഇതണ്ട, ഇത് പീന് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ചുമപ്പ് ബ്ലഡ് വന്നുണ്ടോ ഈ സാധനം. ചുണ്ട് പൊക്കി വായല്ല, ചുണ്ട് പൊക്കി. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ നീറ്റലുണ്ടോ? അഭിനയിക്ക് നീരിലുള്ള പറയണേ.
ഓക്കെ അല്ലേ? ലിഫ്റ്റ് കയ്യിൽ ചോര എടുക്കണം. എന്താ ഗൈസ് ഈ കളറായിരിക്കും പെട്ടെന്ന് റിക്കവർ ആവാൻ ഏറ്റവും ബെസ്റ്റ് ഇലയാണ് മുറിവെല എന്ന് പറയും. ഇതിന് ഇംഗ്ലീഷിൽ വേറെന്തോ പറയാൻ എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ പോകുന്നത് അടുത്ത വീഡിയോ അടുത്ത ആഴ്ച.